ജൂതൻ എന്ന ശൗൽ ബൗദ്ധൈവത്വത്തിന്റെ പേരിൽ. ഇനി നിങ്ങളോട് ഒരു പോയിന്റ് പറഞ്ഞോട്ടേന്, മനുഷ്യകുലത്തിൽ ബൗദ്ധൈവത്വം ഉണ്ടായതാണ് സംഘടനത്തിന്റെ കാരണം, മൂലകാരണം. ദൈവം വെറുതെ പറയല്ല. അത് മനസ്സിലാകണമെങ്കിൽ കൃത്യമായ ചില തെളിവുകൾ കൂടെ നിരത്തപ്പെടേണ്ടതുണ്ട്. ആദ്യത്തെ മനുഷ്യനാരാ? ആദം ഹവ്വ ദമ്പതികളാണ്. അവർ ഭൂമിലോകത്തേക്ക് വന്നു. എല്ലാവർക്കും അറിയാം. അവരുടെയും നോഹ പ്രവാചകന്റെയും ഇടയിൽ 10 തലമുറ ലോകത്ത് ജീവിച്ചു. എല്ലാരും മനസ്സിലാക്കണം, മനുഷ്യ ചരിത്രം പറയുന്നേ കഥയല്ല, കവിതയല്ല, ഭാവനയല്ല. ഒറിജിനൽ ആദാമിന്റെയും ഹവ്വായുടെയും നോഹ പ്രവാചകന്റെ ഇടയിൽ 10 തലമുറ അത് നിലന്നു. ആ 10 തലമുറ ശുദ്ധ ഏകദൈവാരാധന. സൂര്യനെ ആരാധിച്ചില്ല, ചന്ദ്രനെ ആരാധിച്ചില്ല, നക്ഷത്രങ്ങളെ ആരാധിച്ചില്ല, ഒന്നിനെ ആരാധിച്ചില്ല. അവർ പടച്ചോനെ മാത്രം ആരാധിച്ചു. സൂര്യന്റെ നാഥനെ, ചന്ദ്രന്റെ നാഥനെ. അത് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഹൈന്ദവ ഗ്രന്ഥത്തിൽ നിന്ന് തൈത്തിരിയോപനിഷത്ത് 8:4, തൈത്തിരിയോപനിഷത്തിലെ 8-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകം എന്താ പറയണമെന്ന് കേട്ടുനോക്കി എല്ലാരും. നോക്ക് നിങ്ങൾ. ആ അള്ളാഹുവിനെ ഭയന്നിട്ടാണ്, അഥവാ ആ സർവേശ്വരനെ ഭയന്നിട്ടാണ് വായു ചലിക്കുന്നത്. ഇതിനെ ഭയന്നിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്. ഇതിനെ ഭയന്നിട്ട് തന്നെയാണ് അഗ്നിയും ഇന്ദ്രൻ, അതുപോലെ പഞ്ചമനായ മൃദുവും, അതുപോലെ അവരുടെ കർമ്മങ്ങളും അനുഷ്ഠിക്കപ്പെടുന്നത്. മാത്രവുമല്ല, ഇന്ദ്രൻ, ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയവർ ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്ന് ഉപനിഷത്ത് പറയുന്നു. ശേതശേതൃപനിഷത്തിലെ 4-ാം അധ്യായം 12. ഇന്ദ്രനും വരുണും വിഷ്ണുക്കാരാണ്, ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അവരൊന്നും ദൈവമല്ല. ഇനി ഇങ്ങ് കേൾക്കണോ? കെ പരമേശ്വരൻ പിള്ള, ഇവിടെ അടുത്താണല്ലോ തൃശ്ശൂര്, ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര. എന്താണ്? കെ പരമേശ്വരൻ പിള്ളയുടെ ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ 21-ാം അധ്യായം 148-ാമത്തെ പേജ്, 3-ാമത്തെ പാരഗ്രാഫ്. അതിൽ എന്താ അറിയുന്നത്? കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം, ഹിന്ദുധർമ്മ രഹസ്യം എന്നൊരു പുസ്തകമുണ്ട്. MR രാജേഷിന്റെ. വായിക്കണം, പഠിക്കാനുള്ളവർക്ക്, മനസ്സിലാക്കാനുള്ളവർക്ക്. എന്ത് മനസ്സിലാക്കാൻ? അബദ്ധങ്ങൾ മനസ്സിലാക്കാൻ. മനസ്സിലായോ? സുബദ്ധങ്ങൾ ഉൾക്കൊള്ളാനല്ല. ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിന്റെ 21-ൽ പറയാണെന്ത്? എന്തു പറയാണ്? ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും ദേവിക്ക് സാക്ഷാൽ പടച്ചോൻ കഴിവ് കൊടുക്കണോ? ആരാ പറയണേ? ഹിന്ദു പണ്ഡിതൻ പറയാണ്, കെ പരമേശ്വരൻ പിള്ള പറയാണ്, ഹിന്ദുധർമ്മ പരിചയത്തിൽ പറയാണ്, ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല, ഇന്ദ്രന് പോലും സ്വന്തമായിട്ട് കഴിവില്ല. മനസ്സിലായി നിങ്ങൾക്ക്? എന്നിട്ട് പറയണതോ സാക്ഷാൽ പടച്ചോൻ കഴിവ് കൊടുക്കണോ? സാക്ഷാൽ പടച്ചോൻ കഴിവ് കൊടുക്കണോ? ആലോചിക്കണേ, സാക്ഷാൽ പടച്ചോൻ കഴിവ് കൊടുക്കണോ? ഇനി ഞാൻ എന്റെ പ്രസംഗം കേൾക്കുന്ന മുസ്ലിങ്ങളിൽ സമസ്തക്കാരോട് വേദഗ്രന്ഥത്തിന്റെ സന്ദേശം പറയുമ്പോൾ നിങ്ങളോട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങളെ വിശ്വാസം എന്താ? നിങ്ങളെ അക്കീദ എന്താ? അബൂജഹലും അബൂലഹബും മക്കയിൽ ജീവിച്ചപ്പോ അവരുടെ അക്കീദ എന്താ നമുക്ക് അറിഞ്ഞുകൂടെ? ആ അക്കീദയാണോ മുജാഹിദിന്റെ അക്കീദ? ആ അക്കീദയാണോ നിങ്ങളുടെ അക്കീദ? ആലോചിക്കണം. ആ അക്കീദയാണോ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്താ? അബൂജഹലും കൂട്ടരും മക്കത്ത് ഹജ്ജിന് വരികയാണ്. ആ ഹജ്ജിന് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തിന്റെ അടുത്തുണ്ട്. ആ ഹജ്ജിന് വരുമ്പോ ഇബ്നു അബ്ബാസ് കഅബത്തിന്റെ അടുത്തുണ്ട്. അബൂജഹലും കൂട്ടരെ ഹജ്ജിന് വരുമ്പോ പറയണ എന്താ അറിയുന്നത്? ശ്രദ്ധിക്കെല്ലാരും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല. ഇനി എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരെ, സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കണം. എന്താ അറിയോ? അത് പറയുമ്പോ, അത്രയും പറയുമ്പോ അബൂജഹൽ എന്താ പറയണേ? അബൂലഹബ് എന്താ പറയണേ? വലീദ് ഇബ്നു മുഗീറ എന്താ പറയണത്? ശരിക്കും ശ്രദ്ധിച്ചേ. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകിയാണ് ഞങ്ങൾ ഈ ഹജ്ജിന് വന്ന്, നിനക്ക് പങ്കുകാരില്ല. അത്രയും പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുകയാണ്. മക്കാ മുശ്രിക്കുകൾ കഅബത്തിന്റെ അടുത്ത് വന്നപ്പോ നബി അവിടെ ഉണ്ട്, ആ കഅബത്തിന്റെ അടുത്തുണ്ട്. അവിടെ വെച്ചുകൊണ്ട് റസൂൽ പറയണത്, ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും കദിം കദിം, മതി 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 മതി, അത്ര മതി. കുറച്ച് കാര്യം കൂടെ ഒരു പറയാറുണ്ട്, അത് നിങ്ങൾ പറയരുത്. ഇനി ഞാൻ എന്റെ സമസ്തക്കാരെ ഹക്കിലേക്ക് ക്ഷണിക്കുക, വേദഗ്രന്ഥത്തിന്റെ സന്ദേശത്തിലേക്ക്. എന്താ അത്? വേദഗ്രന്ഥം പഠിപ്പിച്ചാണല്ലോ നബി പഠിപ്പിക്കുക. സുമ്മ ഇന്ന അലൈനാ ബയാന, സുമ്മ ഇന്ന അലൈനാ ബയാന, സുമ്മ ഇന്ന അലൈനാ ബയാന. സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 19-ാമത്തെ വചനം. ആ വേദഗ്രന്ഥത്തെ പിന്നെ എങ്ങനെ വിശദീകരിക്കണം? അങ്ങനെ നാം നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നോ. സുമ്മ ഇന്ന അലൈനാ ബയാന. ആ ബയാൻ എന്താ? അതായത് അബൂജഹലും കൂട്ടരും മക്കത്ത് ഹജ്ജ് ചെയ്യാൻ വരുമ്പോ അവർ പറയുന്നത് എന്താ അറിയണേ?
അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അല്ലാ നിനക്ക് പങ്കുകാരില്ല, പടച്ചോനേ നിനക്ക് പങ്കുകാരില്ല. പക്ഷേ അല്ലാ ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ നിനക്കൊരു തരത്തിലുള്ള കൂറുകാരുണ്ട്. എ പി സുന്നികൾ പറയുന്നതല്ലേ, ഇ കെ സുന്നികൾ പറയുന്നതല്ലേ, അബൂജഹലും പറഞ്ഞ അത് തന്നെ. എന്തേ? അല്ലാഹുവേ നിനക്കൊരു തരത്തിലുള്ള കൂറുകാരുണ്ട്. പടച്ചോനെ ആ കൂറുകാരുടെ പ്രത്യേകത എന്താ? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്ത, ഉസ്സ, മനാത്ത, വദ്, സുവാഗ്, യഹൂസ്, യഹൂക്ക്, നസ്ര, ഹുബില്. പടച്ചോനെ ഈ മഹാന്മാരൊക്കെ പടച്ചോനെ അവർക്ക് സ്വന്തമായിട്ട് കഴിവില്ല. ആരാ പറയണേ? അബൂബക്കർ അല്ല പറയണേ, അബൂജഹല പറയണേ. മനസ്സിലായോ? ആരാ പറയണ? അബൂബക്കർ അല്ല, അബൂജഹല പറയണേ. അബൂജഹൽ എന്താ പറഞ്ഞത്? പടച്ചോനെ നീ കൊടുത്ത കഴിവല്ലാത്തൊന്നും അവർക്കില്ല. എന്നിട്ട് അബൂജഹൽ പറഞ്ഞ ഒരു പുല്ല് നീക്കാൻ പടച്ചോനെ ഓൽക്ക് കഴിയൂല. പടച്ചോനെ ഇത് കൈ കൊടുത്തിട്ടല്ലാതെ. എന്റെ പൊന്നു മുസ്ലിങ്ങളെ, വേദഗ്രന്ഥത്തിന്റെ സന്ദേശം പഠിച്ചോളി, നന്നായിട്ട് പഠിച്ചോളി. അള്ളാന്റെ റസൂൽ എന്താ അവരോട് പറഞ്ഞത്? വൈലക്കും കദീം കദീം, നിങ്ങൾക്ക് നാശം. എന്താ അവർക്ക് നാശം? അള്ള കൊടുത്ത കഴിവെന്നാ ഞങ്ങള് ഇബ്രാഹിം നബിയോട് ചോദിക്കണേ എന്നുള്ള അക്കീദ ക്ലിയർ അല്ല. നിങ്ങൾക്ക് നാശ നരക, ഇത് ശിർക്കാണ്, തൗഹീദല്ല. നിങ്ങൾക്ക് നാശാണ്. ഇത് അള്ള കൊടുത്ത കഴിവെന്ന്. ഇനിവിടെ ഞാൻ ഒരു പോയിന്റ് അതിനെ ബന്ധിപ്പിക്കുന്ന രംഗം നിങ്ങൾ നോക്കണേ. കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിൽ എന്താ പറഞ്ഞേ? ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല, പടച്ചോൻ സാക്ഷാൽ പടച്ചോൻ കഴിവെടുത്തിട്ടാണ് ഓലൊക്കെ പ്രവർത്തിക്കുന്നത്. അബൂജഹലിന്റെ വിശ്വാസം എന്താ? ലാത്ത, ഉസ്സ, മനാത്ത, വദ്, സുവാഗ്, യഹൂസ്, യഹൂക്ക് അവർക്കൊന്നും സ്വന്തമായിട്ട് കഴിവില്ല. അവരെന്ത് ചെയ്യുന്നോ ഒക്കെ പടച്ചോൻ കൊടുത്താണ്. ഇനി മൊയ്തീൻ ഷെയ്ഖിനെ കുറിച്ച്, മമ്പർ തങ്ങളെ കുറിച്ച്, എ പി കെ സുന്നിയുടെ വിശ്വാസം എന്താ? അള്ള കൊടുത്ത കഴിവെന്ന്. ഈ മൂന്ന് വിശ്വാസം തമ്മിൽ എവിടെ വേറെ പിരിയുന്നത്? ചിന്തിക്ക്. നരകമുണ്ട്. ഇതൊന്നല്ല കഥ. നമ്മളെ കുറിച്ച് ആരെന്ത് വിചാരിച്ചോട്ടെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അവിടുത്തെ രക്ഷയാണ് രക്ഷ, അല്ലാതെ 60 കൊല്ലത്തെ ദുനിയാവിലെ ജീവിതമല്ല. ആലോചിക്കണം. നോക്ക്, ഹൈന്ദവരുടെ വിശ്വാസം എന്താ? ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. അബൂജഹലിന്റെ വിശ്വാസം എന്താ? ഞങ്ങൾ ആരാധിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാൾക്കും സ്വന്തമായിട്ട് കഴിവില്ല. അല്ല സുഹൃത്തുക്കളെ, എ പി സുന്നിയുടെ വിശ്വാസം ഞാനല്ല പറയുന്നുണ്ട്, എ പി സുന്നിയുടെ പറയുന്നുണ്ട്. പറയട്ടെ, പാറന്നൂർ പി പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഖുത്ബിയത്തിന്റെ പരിഭാഷ പേജ് 24-25 അതിലെന്താ പറയണേ? മൊയ്തീൻ ഷെയ്ഖ് റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മൊയ്തീൻ ഷെയ്ഖിന് സ്വന്തമായി കഴിവില്ല. അള്ള കൊടുത്താലല്ലാതെ മൊയ്തീൻ ഷെയ്ഖിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതെന്നല്ല അബൂജഹൽ പറഞ്ഞു, ഇതെന്നല്ലേ കെ പരമേശ്വരൻ പിള്ള പറഞ്ഞു. ഈ വിശ്വാസം ശരിയല്ല എന്ന് നിങ്ങളോട് പറയും. പിന്നെ ഏത് വിശ്വാസ ശരി? എല്ലാ കഴിവും അള്ളാഹ്ക്കാണ്. അള്ളാരാ? അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. അള്ളയാണ് എല്ലാം സൃഷ്ടിച്ചത്. എന്തൊക്കെ സൃഷ്ടിച്ചു? അത് നമ്മൾ ശരിക്കൊന്ന് ചിന്തിക്കണം. ആ പോയിന്റ് ഒരു 5 മിനിറ്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ 2ാം ഘട്ടവും 3ാം ഘട്ടവും വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. അതെന്താ? ഒന്നാം ഘട്ടത്തിന്റെ ഏറ്റവും അവസാനം നമ്മുടെ ചന്ദ്രനെ ആരാധിക്കുന്നു, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നു അല്ലേ? ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും അല്ലേ? ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രങ്ങളാണ് ജയാപജയങ്ങൾ നിർണയിക്കുന്നത്. എന്തൊരു അന്ധവിശ്വാസാണ് അല്ലേ? ശരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കേ. സയന്റിഫിക് ബ്ലണ്ടർ അല്ലേ? ലോകത്ത് നിന്ന് കാണുന്ന നക്ഷത്രങ്ങൾ ഏതെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? പലതും മരിച്ചുപോയില്ലേ? നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഉരുകിയ എണ്ണക്കിടം പാകുന്ന ലോഹമാണ്, ഗോളമാണ്, കല്ലാണ്, ഇരുമ്പാണ്. അതിന് ജീവനുണ്ടോ? അതിന് ഭാവി അറിയോ? പാവം പിടിച്ച നമ്മുടെ രാജ്യത്തെ മനുഷ്യന്മാര് വിശ്വസിക്കുന്ന എന്താ? ജ്യോതിഷികൾ പറയുന്നത് അറിയങ്ങള് സൂര്യൻ കള്ളുടിക്കാറുണ്ട്. സൂര്യൻ കള്ളു കുടിക്കുന്ന ദിവസം ഒരു പെണ്ണ് ഒരു കുഞ്ഞിനെ ജനിച്ചാൽ ഓൻ ചട്ടമ്പിയായിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുകയാണ് ഇന്ത്യ രാജ്യത്ത് ലോകത്തൊന്ന് ചട്ടമ്പികളെ പരിശോധിക്കുമ്പോ സൂര്യൻ ഫുൾ ടൈം കാട്ടറായി. നിങ്ങൾ നോക്ക്, ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസം അത്. സൂര്യൻ കള്ളുടിക്കുന്ന സമയമുണ്ട്, ആ സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ച ഓ മോശക്കാരനായിരിക്കും. സൂര്യൻ ക്ഷത്രിയനാണ്, ശുക്രനും ശനിയും ബ്രാഹ്മണനാണ്, സൂര്യനും ചന്ദ്രനും ക്ഷത്രിയനാണ്. ജാതി മതവും തിരിച്ചാൽ സൂര്യൻ അടക്കം. അവിടെയുണ്ടോ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ? അത്ഭുതകരമാണ് അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനുഷ്യന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ട പോയിന്റാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യന് വളരെയേറെ പ്രാധാന്യം കൊടുത്ത മതമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ഒരു വലിയ പ്രത്യേകത, ഞാൻ വിട്ടുപോയൊരു പോയിന്റ് പൂരിപ്പിക്കാൻ ഇവിടെ.
അതായത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, ഈ ജീവജാലങ്ങളൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാണ്. പാമ്പ്, പശു ഒക്കെ മനുഷ്യർക്ക് വേണ്ടിയാണ്. എലി മനുഷ്യർക്ക് വേണ്ടിയാണ്. ഈ ജീവജാലങ്ങളൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാണ്. എന്നാൽ ചിലരുടെ എങ്കിലും വിശ്വാസപ്രകാരം പശുവിന് വേണ്ടിയാണ് മനുഷ്യൻ, പാമ്പിന് വേണ്ടിയാണ് മനുഷ്യൻ. അതുകൊണ്ട് ഈ രാജ്യത്ത് സംഭവിച്ച ഒരു ദുരന്തം ഞങ്ങളോട് പറഞ്ഞോട്ടെ. ഈ സ്റ്റേജ്, ഈ വിശാലമായ സ്റ്റേജ്, ഈ സ്റ്റേജിൽ മേനകാ ഗാന്ധി ഇരിക്കുന്നെന്ന് വിചാരിച്ചോ? മേനകാ ഗാന്ധി ഇരിക്കുന്നെന്ന് വിചാരിച്ചോ? ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പേപ്പട്ടി കടിച്ചിട്ട് 10 ആളെ, പേപ്പട്ടി കടിച്ചിട്ട് മരിച്ച 10 ആളുടെ ഡെഡ് ബോഡി വെള്ള തുണിയൊക്കെ പൊതിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇവിടെ 10 ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവച്ച് 10 പേപ്പട്ടികളെ ചങ്ങല കിട്ട് കൊണ്ടുവരികയും ചെയ്ത്. എന്നിട്ട് മേനകാന്തിനോട് നമ്മൾ പറയാണ്, ഈ 10 ഡെഡ് ബോഡി ഈ പട്ടികൾ കടിച്ചിട്ട് പേലകി ഭ്രാന്തളകി മരിച്ചതാണ്. ഈ പട്ടികളെ ഞങ്ങൾ കൊണ്ടുവന്നാണ്, എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന്. മേനക ചാടി എണീറ്റ് മൈക്കിന്റെ അടുത്ത് പറയും, മനുഷ്യനല്ലേ, സാരല്ല, പട്ടിനെ തൊടാൻ ഞാൻ സമ്മതിക്കൂല. പട്ടിയായിട്ട് മൂപ്പത്തിക്ക് എന്താ അത്ര ബന്ധം എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ആലോചിച്ചു, പട്ടിക്കുള്ള വില മനുഷ്യനില്ല. ഹരിയാനയിൽ 5 ദലിതരെ ചുട്ടുകൊന്നു സംഘപരിവാരങ്ങൾ, ചത്ത പശുവിന്റെ തൊലിയുരിഞ്ഞിട്ട്. ഇവിടെ മനുഷ്യൻ ഒരു മൂല്യവുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി, 2 കഷ്ണം പശിറച്ചി തിന്നു എന്ന് പറഞ്ഞിട്ട് 70 കിലോ ഉള്ള മനുഷ്യനെ കൊല്ലുക. 70 കിലോ ഉള്ള മനുഷ്യനെ ചുടുമ്പോ ഒരു കുറ്റബോധവും ഇല്ല. 2 കഷ്ണം ഇറച്ചി തിന്നോനെ ഓടി നടക്കുക. ഇതിന് ഞാൻ ഒരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ നിങ്ങളോട്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ, ഉദാഹരണം ബാലചന്ദ്രൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ബാലചന്ദ്രന്റെ അമ്മയെ ആരോ വെട്ടി നുറുക്കി കൊന്നിരിക്കുന്നു എന്ന് വിചാരിച്ചോ? ബാലചന്ദ്രന്റെ അമ്മയെ വെട്ടി നുറുക്കി കൊന്നിരിക്കുന്നു. ബാലചന്ദ്രൻ എന്താ ചെയ്യാ? ആരാ കൊന്നതെന്നറിയില്ല, എന്താ സംഭവിച്ചെന്നറിയില്ല, എന്തുവിടെ സംഭവിച്ചൊന്നും അറിയില്ല. ബാലചന്ദ്രൻ തൊട്ടടുത്ത അമ്പലത്തിൽ പോയിട്ട് മൈക്കിലൂടെ വിളിച്ചറിയാ, എന്റെ അമ്മനെ ആരോ കൊന്നിട്ടുണ്ട്, മുസ്ലിം അയക്കാനാ സാധ്യത, പിച്ചാത്തിയും പടിയായിട്ട് വന്നോളി. എന്നിട്ട് ആ നാട്ടിലെ മുഴുവൻ ആളുകളെ അടിച്ചെടു കൊല്ലുക ചെയ്യാ? അല്ല, ഒരിക്കലും ചെയ്യില്ല ഒരു ഹിന്ദു. പിന്നെ എന്തേ ചെയ്യുള്ളൂ? നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഓൻ എന്ത് പറയും? എന്റെ മാതാവ് ഞാൻ വരുമ്പോ കൊല്ലപ്പെട്ടിട്ടുണ്ട്, വെട്ടി നുറുക്കപ്പെട്ടിട്ടുണ്ട്, ആരാന്നറിയില്ല, നിങ്ങളൊന്ന് ഇറങ്ങണം. സത്യല്ലേ? എന്നാ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സഞ്ചിയിൽ പശിർച്ചിണ്ട് തോന്നുമ്പോഴേക്ക് ഓനെ കൊല്ലാൻ തോന്നുന്ന തത്വം എന്താ? സ്വന്തം അമ്മ മരിച്ചപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ അവന് തോന്നി. എന്നാ ഏതെങ്കിലും ഒരു പശുവിന്റെ കഷ്ണം ഇറച്ചി ഓന്റെ ബാഗിലുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഓനെ തല്ലുകയാണ്. മനുഷ്യരെ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുക, എന്തെന്നറിയങ്ങള്, ഇതൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ 10 ആളാ അത് കേട്ടോൻ ഉൾക്കൊള്ളണ്, എന്നാ ഓനത് ഉൾക്കൊള്ളാൻ കഴിയും. എനിക്കുറപ്പാ. അഖലാഖിനെ കൊന്നപ്പോ ഏറ്റവും ദുഃഖം തോന്നി എനിക്കെന്തറിയോ? മൂപ്പരെ ആട്ടിറച്ചിയെ കഴിച്ച്. ആ ആട്ടിറച്ചി തിന്നോനാണ് ആദ്യം വെട്ടിയ മൂപ്പരെ. അത് ശ്രദ്ധിച്ച നിങ്ങളെ പത്രത്തില്, തലേന്ന് മൂപ്പരെ കൂടെ ഇരുന്നിട്ട് ആട്ടിറച്ചി മിണിങ്ങിയോനാണ് ആദ്യത്തെ വെട്ടി. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞോട്ടെ, മതമൈത്രി എന്ന് പറഞ്ഞിട്ട് മതലേനം നടക്കണ്ടല്ലോ, അത് നടന്നിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താണോ, എന്തൊക്കെ ഒരു കമ്മ്യൂണൽ റേറ്റ് ഉണ്ടാക്കി ഏറ്റവും അയൽവാസിക്ക് ആദ്യം വെട്ടുക. നമ്മുടെ നാട്ടിൽ പലപ്പോഴും നാദാപുരത്തൊക്കെ നടക്കണ അതാ. സത്യങ്ങൾ ആലോചിച്ചു, മാറാടും മൂന്നാട് നടന്നതാ. അതുകൊണ്ട് മതലേനമല്ല, മാനവിക സൗഹാർദ്ദം ഉണ്ടാകണ്ട്. മനുഷ്യൻ ശരിക്കും ഉൾക്കൊള്ളണം. ഞാൻ ഒരു കാരണവശാലും അവനെ കൊല്ലാൻ പാടില്ല, തല്ലാൻ പാടില്ല. നിങ്ങൾക്കറിയാലോ, പ്രവാചകന്റെ പള്ളിയിൽ ഒരു അറാബി മൂത്രയിക്കാണ്. അപ്പൊ സഹാബത്ത് പറയണം, ശരിക്കും ചിന്തിക്കണം കേട്ടോ. സഹാബത്ത് പറയണം, ആരടാ എന്താടാ പള്ളിയിൽ മൂത്രയിക്കടാ എന്നൊക്കെ ചോദിച്ചൊരു ഞെട്ടി. പ്രവാചകൻ കൂൾ ഡൗൺ, ആള് മൂത്രയിക്കട്ടെ, മൂത്രം മുറിച്ച് കളയരുത്. കാരണം മൂത്രം ഇങ്ങനെ നോക്കുമ്പോ എന്താണ് വരരുത്. ഫുള്ള് കൂടെ അള്ളാന്റെ റസൂൽ നോക്കണേ, പരിശുദ്ധമായ പള്ളിയിൽ മൂത്രയിക്കുമ്പോഴാണ് നബി എന്ത് പറയണേ? ഓൻ ഫുള്ളായിട്ട് പള്ളിയിൽ മൂത്രയിക്കട്ടെ. അപ്പൊ നബി ഓനോട് കുറച്ച് ഒഴിച്ചിട്ട് പാതി ഒഴിക്കരുത് എന്നാണ് വിചാരിക്കേണ്ടത് ശരിക്കും ചിന്തിക്കുന്ന ഭക്തൻ. പക്ഷെ വിദ്യാഭ്യാസവും വിജ്ഞാനമുള്ളവന്റെ ചിന്ത എന്താ അറിയോ? മൂത്രക്കൊഴിച്ച് കഴിയട്ടെ. എന്നിട്ട് മൂത്രക്കൊഴിച്ച് കഴിഞ്ഞപ്പോ നബി റാത്തൈക്കല്ലേ ചോദിച്ചു. ഓനെ ഷോൾഡറിൽ കയ്യങ്ങട് വെച്ചിട്ട് ചില ചോദ്യം. അതിന്റെ മുമ്പ് ഒരു സംഭവം ഉണ്ടായി, അത് കേട്ടോളി. എന്തറിയോ? സഹാബത്തെ മൂത്രയിച്ചോന്റെ ആക്കിയിട്ട് ചോര വരുത്തണ്ട, ആക്കിയിട്ട് ചോര വരുത്തി ചോരോണ്ട് മൂത്രം കഴുകണ്ട, പച്ചവെള്ളം കൊണ്ട് കഴുകാടാ. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് പൊന്നാന മുസ്ലിങ്ങളെ ആ മൂത്രം കഴുകിയ അത് വൃത്തിയാവും, ചോരോണ്ട് കഴുകണ്ട. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, മുസ്ലിങ്ങളെ പോലെ സഹിഷ്ണുതയുള്ള ഒരു വിഭാഗവും ലോകത്തില്ല. ഇസ്ലാമിനെ പോലെ സഹിഷ്ണുതയുള്ള ഒരു മതവും ആകാശത്തിന്റെ ചുട്ടിൽ പറഞ്ഞു. എന്ത് സംശയം നിങ്ങൾക്ക്? എന്നിട്ട് ഓനങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് പ്രവാചകന്റെ ചോദ്യം എന്താ അറിയോ? പ്രവാചകന്റെ വർത്താനം എന്താ അറിയോ നിങ്ങൾക്ക്? അല്ല, ഇത് അള്ളാന്റെ ആരാധനാലയല്ലേ, ഇവിടെ സുജൂദ് ചെയ്യുന്ന സ്ഥലല്ലേ, അവിടെ മൂത്രയിച്ചവർക്ക് ചൂടാവൂലേ, അവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് ചെയ്യാൻ പാടില്ല അറിയില്ലേ? എന്നിട്ട് പറഞ്ഞു നല്ലൊരു മനുഷ്യൻ. എന്നിട്ട് ആ അറാബിന്റെ പ്രാർത്ഥന എന്താ അറിയുന്നത്? അല്ലാഹുവേ
എന്നോട് മാന്യമായി പെരുമാറിയ റസൂലിന് പുറത്തു കൊടുക്കണേ, എന്നോട് മാന്യത കേട് കാണിച്ചവർക്ക് പുറത്തു കൊടുക്കല്ലേ. ഇതാണ് ഇസ്ലാം മക്കളെ, ഇതാ ഇസ്ലാം. ISIS അല്ലട്ടോ തീവ്രവാദമല്ല. 1 ലിറ്റർ ഒഴിക്കാൻ 3 ലിറ്റർ ഒഴിക്കുന്നല്ല, അല്ല 1 ലിറ്റർ ഒഴിക്കുക ഒഴുക്കൂല എന്നുള്ളതാണ് ഇസ്ലാം. അതിനാ ഇസ്ലാം എന്ന് പേര് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക്. അപ്പോ നല്ലൊരു പിക്ചർ നിങ്ങളെ മുമ്പിലുണ്ട്. ഇനി ഒരു പിക്ചറും കൂടി ക്ലിയർ ചെയ്യേണ്ടതുണ്ട് ഇവിടെ. എന്താ ഞാൻ നിങ്ങളോടൊക്കെ ചോദിച്ചോട്ടെ, നമ്മൾ ആരെങ്കിലും ഇപ്പോ എന്റെ വീട്ടിന്റെ അടുത്തുനിന്ന് വന്ന എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടുകളുണ്ട് ഈ സദസ്സിൽ, എന്റെ 2 ആത്മബന്ധുക്കൾ, പിന്നെ എനിക്ക് ഏറ്റവും പ്രിയങ്കരായ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. എന്റെ വീട്ടിൽ വന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. എന്റെ വീടിന്റെ നേരെ മുമ്പിൽ ബാബുവേട്ടനാണ്, സായി ഭക്തനാണ് എന്റെ ബാബുവേട്ടൻ. നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയും. അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കും. നിങ്ങൾ ആ നാട്ടിൽ വരണം. ഈ 29-ാം തീയതി അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, നിങ്ങൾ അവിടെ വരണം. ഞാൻ പറയണേ, നിങ്ങൾ ശരിക്കും ചിന്തിക്കണേ, ബാബുവേട്ടൻ സായി ഭക്തനാണ്. ഇന്ന് വരെ ബാബുവേട്ടന്റെ നേരെ ഞങ്ങൾ പള്ളിക്കാർ ചെന്നിട്ടുണ്ടോ? സായിബാബ ആരാധിക്കാൻ പാടില്ല എന്ന് ബാബുവേട്ടനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഞങ്ങൾ പറഞ്ഞു കൊടുക്കണേ. ബാബുവേട്ടൻ നിലവിളക്ക് കൊടുത്താറുണ്ട്. ബാബുവേട്ടൻ വൈകുന്നേരം വന്നിട്ട് നിലവിളക്കും. ഞങ്ങളുടെ പള്ളിയാണ് അതിന്റെ തൊട്ടടുത്ത്. പള്ളിയിൽ നിന്ന് ഇങ്ങനെ കൈ നീട്ടി 2 സ്റ്റെപ്പ് വെച്ചാൽ പള്ളിയിലെത്തി. ഇങ്ങനെ ഒരാൾ നിന്നിട്ട് തൊട്ടപ്പുറത്ത് ഒരാൾ എന്നാൽ പള്ളിയിലെത്തി. അത്രയും അടുത്താണ് ബാബുവേട്ടന്റെ വീട്. പക്ഷെ അവിടെ നിലവിളക്ക് കൊളുത്തുന്നതിന് ഞങ്ങൾ എതിർക്കുവോ? ഇല്ല. ബാബുവേട്ടനെ നിലവിളക്ക് കൊളുത്താ, എന്നാ ബാബുവേട്ടൻ അതേ നിലവിളക്ക് ദീപം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളി കൊണ്ടുവച്ചാലോ? വിഷയാവും ആവൂലേ? വിഷയാക്കാൻ പാടുണ്ടോ? ഇല്ല. വിഷയാക്കാൻ പാടുണ്ടോ? ഇല്ല. ഇനി ഒരു ക്ഷേത്രത്തിലെ പൂജാകർമ്മം നടക്കുകയാണ്, അവിടെ നിലവിളക്കുണ്ട്. ഒരു മുസ്ലിം അത് കൊളുത്തണോ കൊളുത്തണ്ടേ? വളരെ ലളിതം, വളരെ സിമ്പിൾ. അതിന് ഞാൻ ലളിതമായൊരു ഇവിടെ സ്ത്രീകൾ ഇരിക്കണ്ടേ, നമ്മുടെ അയൽവാസി കല്യാണമേ ഉണ്ടാവും. 35 കൊല്ലം നമ്മുടെ അയൽവാസികളാണ്. ആമിനാ എന്ന് കല്യാണമേ വിളിക്കും. കല്യാണം പോയി എന്ന് ഇവിടുന്ന് അങ്ങോട്ടും. ശരിയല്ലേ? അല്ലേ? ആണ്. ആ കല്യാണമ്മ 35 കൊല്ലം ഈ നിലവിളക്ക് വെക്കണം. എന്നെങ്കിലും ആമിനക്കുട്ടി നിലവിളക്ക് വെക്കാൻ ഇനി ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾ ഇവിടെ ഒക്കെ മുസ്ലിങ്ങളാണ്. നിങ്ങൾ ഈ ബിംബാരാധന, ഈ നിലവിളക്കാരാധന ഞങ്ങൾ സമ്മതിക്കൂല എന്ന് ആമിനത്തെ എന്നെങ്കിലും കല്യാണമ്മേനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറയാൻ പാടുണ്ടോ? ഇല്ല. എന്നാൽ തെറ്റോ ശരിയോ നമുക്ക് അമ്മക്ക് പഠിപ്പിച്ചു കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് വെക്കാൻ പാടില്ല എന്ന് പറയാൻ വകുപ്പുണ്ടോ? ഇല്ല. ഇനി കല്യാണിയമ്മ വന്നിട്ട് ആമിനോട് പറയാണ്, ആമിന ഇനി മുതൽ ഈ നിലവിളക്ക് കൊളുത്തണോ? പറ്റുമോ? പറ്റൂല. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇല്ല. സത്യല്ലേ? ആണ്. ഇനി നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, ശരിക്കും ആലോചിക്കണം. ഒരു ഹൈന്ദവന്റെ ആഘോഷമോ ആചാരമോ മുസ്ലിങ്ങൾക്ക് തൗഹീദ് ഉള്ളവർക്ക് പറ്റില്ല. എന്തുകൊണ്ട്? അവരെ പരലോകത്തെയാണ് അത് ബാധിക്കുക. അതുകൊണ്ട് അവർ ചെയ്യാത്ത, നിങ്ങളോട് ഇഷ്ടമില്ലാത്തോ വെറുപ്പുണ്ടോ ഒന്നുമില്ല. അവരുടെ പരലോകം. ഉദാഹരണം, നാഗനേർച്ച. അതിന് ഫണ്ട് കൊടുക്കാൻ പാടില്ല മുസ്ലിങ്ങൾക്ക്. നാഗത്തെ ആരാധിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതുപോലെ ഇപ്പൊ പട്ടാമ്പി നേർച്ച, പട്ടാമ്പി ഇവിടെ അടുത്താണല്ലോ. ആ നേർച്ചക്ക് മുസ്ലിങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ പാടില്ല. ആ നേർച്ചയിൽ മുസ്ലിമീങ്ങൾക്ക് പങ്കെടുക്കാൻ പാടില്ല. കൊണ്ടോട്ടി നേർച്ച, മുസ്ലിമാണോ അവന് പങ്കെടുക്കാൻ പറ്റില്ല. സത്യമാണല്ലോ. നബിദിനം, അതിന് ഫണ്ട് കൊടുക്കാൻ പാടുണ്ടോ? ഒരു മുസ്ലിമിന് പാടില്ല. അത് ബിദഅത്താണ്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിലെ ചക്രവർത്തിയായ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന് പോലും ഞങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ പാടില്ല. എങ്കിൽ അമ്പലപൂജക്ക്, ബിംബപൂജക്ക് മുസ്ലിങ്ങൾക്ക് പൈസ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് ദയവ് ചെയ്ത് അമ്പലപ്പിരിവ് നിങ്ങൾ മുസ്ലിങ്ങളെ സമീപിക്കരുത്. ഇത് നിങ്ങളോട് അവര് പറയില്ല. ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, അമ്പലത്തിന്റെ പിരിവ് കൊടുക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ മനസ്സെന്തറിയോ? വേദനിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, സത്യമായും വേദനിക്കുന്നുണ്ട്. എന്താ വേദന അറിയോ? ഞാൻ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു വന്നിട്ട് അസർ നിസ്കരിച്ച് പീഡിയ കയറിയപ്പോഴേക്ക് അമ്പലപ്പിരിവാണല്ലോ വരുന്നത്. ഇതിന്റെ വിശ്വാസത്തിന് തെറ്റാണല്ലോ. പക്ഷെ ഇവരെന്ത് വിചാരിക്കും? ഇവര് നാളെ എന്റെ കട തല്ലിക്കളയോ? ബേജാറൻ. അങ്ങനെ പേടിച്ചിട്ട് പണ്ടാരടങ്ങാൻ എന്ന് പറഞ്ഞാത്തിരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ക്ഷേത്രത്തിന്റെ ഫണ്ട് പണ്ടാരടങ്ങാൻ എന്ന് പറഞ്ഞിട്ട് കിട്ടണോ? ഇനി മുതൽ ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിങ്ങൾ ഒരു കാരണവശാലും ഇസ്ലാമിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു മുസ്ലിമിനോടും പിരിവ് വാങ്ങരുത്. ഓനെ വേദനിപ്പിക്കരുത്. ഓന് ഇഷ്ടമല്ലായി തരാൻ ഓനെ വേദനിപ്പിക്കണ്ട. ഇനിയോ ഇത് ക്ലിയർ ചെയ്തിട്ടില്ലേ? വലിയ പ്രശ്നമുണ്ട്, വലിയ പ്രശ്നം. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ CM മക്കാമുണ്ട്. അവിടെ ഞങ്ങൾ ഫണ്ട് കൊടുക്കാറില്ല. എന്നാൽ അതേ CM മക്കാമ് നടത്തുന്നവർ ഒരു അനാഥാലയം നടത്താറുണ്ട്. അതിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ അനാഥാലയം നടത്താൻ പൈസ കൊടുക്കാറുണ്ട്. പോയിന്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ, ശരിക്കും മനസ്സിലാക്കണം. അതിന്റെ അപ്പുറത്തെ മന്ദബുദ്ധികളെ പോറ്റുന്നൊരിതുണ്ട്. AP സുന്നി നടത്തുന്നേ ഉസ്താദ്, അതിന് ഞാൻ ഫണ്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾ നോക്കോ, അതേ ഉസ്താദിന്റെ നേർച്ചന്റെ ഫണ്ട് വന്നാലോ ഉസ്താദിനെ ഇരുത്തി ആശയം പഠിപ്പിച്ച് ഒരു പിരിവും കൊടുക്കാതെ ചായ കൊടുത്ത് നല്ല സൗമ്യമായിട്ട് ഉസ്താദിനെ പറഞ്ഞേക്കാം.
എന്താ പ്രശ്നം ഇവിടെ? നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചകൾ മുമ്പ് കണ്ണൂർ പ്രസംഗിച്ചപ്പോൾ അതിന്റെ മൈക്ക് ഓപ്പറേറ്റർമാരൊക്കെ ശബരിമലക്ക് പോകാൻ കറുപ്പെടുത്തവരായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ കറുപ്പെടുത്തിട്ടുണ്ടല്ലേ? അതാ ഉസ്താദേ കറുപ്പെടു. മോനെ മണ്ഡലം നോമ്പ് ഇട്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. 41 ദിവസമല്ലേ മോനെ മണ്ഡലം നോമ്പ്? ശബരിമലക്ക് പോകുമ്പോ 41 ദിവസം പുരുഷന്മാര്, സ്ത്രീകൾക്ക് പാടില്ല. പുരുഷന്മാര് മണ്ഡലം നോമ്പ് നോൽക്കുമ്പോ മോനെ മുസ്ലിങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുവോ? അപ്പൊ പറഞ്ഞു ഇല്ല 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 കഴിക്ക. അത് നീ വർഗീയവാദിയായിട്ടാണോ? പറഞ്ഞ അല്ല. ഞങ്ങള് വർഗീയവാദിയായിട്ടാണോ? അല്ല. ഞങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം ഉണ്ടായിട്ടാണോ? അല്ല. മാലിന്യം ഉണ്ടായിട്ടാണോ? അല്ല. മണ്ഡലം നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചോറ് തിന്നാൻ പാടില്ല. സമ്മതിച്ചോന്ന് ചോദിച്ചു. സമ്മതിച്ചു. അത് തീവ്രവാദിയായിട്ടാണോ? അല്ല. അതുപോലെ മോനെ ഞങ്ങൾക്ക് ഓണത്തിന്റെയും വിഷുവിന്റെയും ക്രിസ്മസിന്റെയും ചോറ് തിന്നാൻ പാടില്ല. നബിദിനത്തിന്റെയും ആണ്ടിന്റെയും മൊയ്ലിയാന്മാരെ നടത്തുന്ന ഹദ്ദാദിന്റെയും കുതുബിയത്തിന്റെയും ചോറും തിന്നാൻ പാടില്ല. അപ്പൊ ഞങ്ങൾക്ക് വ്യക്തികളോടോ മതത്തോടോ സമൂഹത്തോടോ വെറുപ്പ്, വിശ്വാസം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അറിയാം, ഞാന് തുറന്നു പറയാണ്, പള്ളി ഉണ്ടാക്കാൻ ഹിന്ദുക്കളോട് ഫണ്ട് വാങ്ങാറില്ല, പൊതുവേ വാങ്ങാറില്ല. ഏതെങ്കിലും ആളുകൾ വാങ്ങണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളൊന്നും ജീവിതത്തിൽ വാങ്ങാറില്ല. എന്നാൽ അതുകൂടി കേട്ടോളി. എന്നാൽ ഇനി ഞാൻ പറയുന്ന പോയിന്റ് അപ്പുറം ഇപ്പുറം കട്ട് ചെയ്യാതെ കേട്ടോളി കേട്ടോ. പല ആളുകളും കാതുകൂർപ്പിച്ച് നിൽക്കുന്നുണ്ടാവും പല ലോകത്തും. ഒരു ശരിക്ക് ശ്രദ്ധിച്ചോളൂ. അമ്പലത്തിലെ പൂജാരി, ഫോർ എക്സാമ്പിൾ ഇവിടെ വന്ന സ്വാമിജി, ആദരണീയനായ സ്വാമിജി ഒരമ്പലത്തിന്റെ ഫണ്ടിന് വേണ്ടി എന്റെ വീട്ടിൽ വന്നു എന്ന് വിചാരിക്കുക, ഞാൻ കൊടുക്കില്ല. അതേ സ്വാമിജി പിറ്റേത്താഴ്ച എന്റെ വീട്ടിൽ വരികയാണ്. സ്വാമിജി പറയണേ എന്റെ മോൾക്ക് ക്യാൻസർ രോഗമാണ്, ഇന്ന ചികിത്സ വേണം, 1 ലക്ഷം റുപ്യ വേണം. ഇൻഷാ അല്ലാഹ് 1 ലക്ഷം ഞാൻ പൂർണ്ണമായിട്ട് കൊടുക്കും സ്വാമിജി. വിഷയം വേർതിരിച്ചു മനസ്സിലാക്കിക്കോ, നല്ലോണം പഠിച്ചോ. അല്ലെങ്കിലേ ഈ നൂറ്റാണ്ട് കുറച്ച് പ്രശ്നമാവും നമ്മുടെ രാജ്യത്ത്. അത് ഉണ്ടായിരുത്. അതൊരു കാരണവശാലും വരരുത്. കാരണം എന്തറിയോ, ഹിന്ദു മതത്തിന്റെ ആചാരം ചെയ്യാത്തവനൊക്കെ തീവ്രവാദി, ഭീകരവാദി. അത് വരാൻ പാടില്ല. ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ ആചാരം, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആചാരം. എന്നിട്ട് നമുക്ക് സ്നേഹിക്കാം. ഞങ്ങളോട് പറയട്ടെ, ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ വിളമ്പിയ ചോറ് മഹാത്മാഗാന്ധി എത്രയാ തിന്നത്? പക്ഷെ ശ്രീരാമന്റെ പേരിൽ അർത്ഥ ഒരു ചോറും മൗലാന മുഹമ്മദ് അലി ജൗഹർ കഴിച്ചിട്ടില്ല. മനസ്സിലാക്കിക്കൂടെ? മഹാത്മാഗാന്ധി മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മാന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ രാമഭക്തനായിരുന്നു മഹാത്മാഗാന്ധി. ഒരിക്കൽ പോലും അല്ലാ അല്ലാ എന്ന് വിളിച്ചിട്ടില്ല. ഇല്ല, രാമഭക്തനായി രാമ 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 പറഞ്ഞിട്ട് അദ്ദേഹം മരിച്ചു. ഗോഡ്സെ രാമ രാമ പറഞ്ഞിട്ടാ കൊന്നത്, അല്ലേ? ഒരിക്കൽ പോലും മൗലാന മുഹമ്മദ് അലിയുടെ വിശ്വാസം ഗാന്ധിജിയുടെ മേലോ, ഗാന്ധിജിയുടെ വിശ്വാസം മൗലാന മുഹമ്മദ് അലിയുടെ പേരിലോ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ബാലഗംഗാധര തിലകും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റും മൗലാന അബുൽ കലാം ആസാദും ഖാൻ അബ്ദുൽ ഗഫാർ ഖാനും മേഹത്തമാരും അതുപോലെയുള്ള ആളുകൾ, ഫിറോസ് ഷാ മേഹത്തയെ പോലെയുള്ള ആളുകളും ഒക്കെ ജീവിച്ചു. അവരൊക്കെ അവരുടെ മതമനുസരിച്ച് ജീവിച്ചു. എന്നാ മതലയനം അവരാരും ചെയ്തിട്ടില്ല. ഇല്ല. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിയുള്ള ഒരു പോയിന്റ് പറയാം. അതായത് എല്ലാരും ചിന്തിക്കേണ്ട നല്ലൊരു പോയിന്റാ പറയുന്നത്. APJ അബ്ദുൽ കലാം മരിച്ചില്ലേ? മരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ചാനൽ കാണാറില്ല, സത്യം. എന്റെ വീട്ടിൽ ചാനലില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മുടെ APJ അബ്ദുൽ കലാം മരിച്ചപ്പോ ചാനലിന്റെ മുമ്പിൽ ഞാൻ ചമ്രം പടഞ്ഞങ്ങിട്ടിരുന്നു. എനിക്ക് വലിയൊരു കാര്യം ലോകത്തെ പഠിപ്പിക്കാൻ ഞാൻ ഇരുന്നു. എന്താണെന്നറിയോ? അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ചാനലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് APJ അബ്ദുൽ കലാമിന്റെ ഖബറടക്കം കംപ്ലീറ്റ് A to Z ഒരു 11 മണി മുതൽ ബാങ്ക് കൊടുക്കണവരെ 100 വരെ ആ സമയത്തായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ നോക്കിയപ്പോ പൊതുദർശനത്തിന്, പദപ്രയോഗം ശരിക്കും ശ്രദ്ധിക്കണം, പൊതുദർശനത്തിന് APJ അബ്ദുൽ കലാമിന്റെ പ്രതിമ വെച്ചിരിക്കുന്നു. അതിന്റെ തൊട്ടടുത്ത് പ്രധാനമന്ത്രി ഉണ്ട്, നരേന്ദ്രമോദി. അതിന്റെ തൊട്ടപ്പുറത്തോ പ്രണബ് മുഖർജി. അതിന്റെ തൊട്ടപ്പുറത്തോ രാഷ്ട്രീയത്തിലെ പ്രമുഖരായ ആളുകളൊക്കെ. അവർ കൊണ്ടുവന്നിട്ട് പുഷ്പാർച്ചന നടത്തുകയാണ്. ശ്രദ്ധിക്കണേ, APJ അബ്ദുൽ കലാമിന്റെ ബോഡിയിലേക്ക് പുഷ്പാർച്ചന നടത്തുക. സമ്മതിച്ചല്ലോ എല്ലാവരും? ഹിന്ദു മതപ്രകാരം കൊണ്ടുപോയി. മുസ്ലിങ്ങൾ ചെയ്തോ? ഇല്ല. റീത്ത് സമർപ്പിച്ചു പലരും. മുസ്ലിങ്ങൾ ചെയ്തോ? ഇല്ല. എന്നാൽ ഇനി ഞാൻ പറയുന്ന പിക്ചർ ശരിക്കും മനസ്സിലുണ്ടായിക്കോട്ടെ. APJ അബ്ദുൽ കലാമിനെ പൊതുദർശനത്തിൽ വെച്ചു, എല്ലാരും കണ്ടു, പ്രമുഖര് കണ്ടു, ഓരാചാരങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇസ്ലാമിന്റെ ആചാരം നടക്കാൻ പോവുക. ശ്രദ്ധിക്കണേ, APJ അബ്ദുൽ കലാമിനെ തൊപ്പിയും ജുബയും ഇട്ട മൊയ്ലിയാമാർ ആ ബോർഡിങ് പൊക്കിയപ്പോ പ്രധാനമന്ത്രി പെട്ടെന്ന് അപ്രത്യക്ഷമായി. ശ്രദ്ധിക്കണേ, പ്രധാനമന്ത്രി പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രണബ് മുഖർജി അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഓൽക്ക് പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ ടെന്റിന്റെ താഴെ ഉയരത്തിൽ അവർ കയറി നിന്നു. പള്ളിയിലേക്ക് കയറിയോ പ്രധാനമന്ത്രി?
പ്രണബ് മുഖർജി പള്ളിയിലേക്ക് കയറിയോ? ഇല്ല ഇല്ല. എന്താ കാരണം? ഇനി നടക്കുന്നത് മതപ്രകാരമുള്ള ആചാരമാണ്. ആ മതം എന്റേതല്ല. ഞാൻ നരേന്ദ്രമോദി എന്ന ഹിന്ദു മതത്തിന്റെ പ്രതീതിയാണ്. ആണല്ലോ. എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല. എനിക്ക് അവിടെ 4 തക്ബീറല്ലേ നിസ്കാരല്ല. അത് മുസ്ലിങ്ങൾ ആചാരാണ്. APJ അബ്ദുൽ കലാം മുസ്ലിമാണ്. അതുകൊണ്ട് അത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകാണ്. പുഷ്പാർച്ചന നടത്തിയ ഞാൻ എന്തുകൊണ്ട് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തില്ല എന്ന് എന്നെ ആരും വിമർശിക്കില്ല. മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് വിട്ടുന്ന എന്നെ ഒരു മമ്മൂട്ടിയിട്ട് വിമർശിക്കൂല, മോഹൻലാലും വിമർശിക്കൂല, അബ്ദുൾ റബ്ബും വിമർശിക്കൂല, നാട്ടിലൊരാളും വിമർശിക്കൂല. കാരണം ഞാൻ ഹിന്ദുവാണ്. ഹിന്ദുവായ ഞാൻ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കേണ്ടയില്ല. അതൊരു തീവ്രവാദമല്ല, അതൊരു ഭീകരവാദമല്ല, അത് മതേതരത്വത്തിനെതിരല്ല എന്ന് ആർക്കറിയാം? പ്രധാനമന്ത്രിക്കറിയാം. ഐ എം റൈറ്റ്? ക്ലിയർ. എന്നെ അടുത്ത വാചകം ശ്രദ്ധിച്ചോ. സ്റ്റേജ് മമ്മൂട്ടി, അബ്ദുൾ റബ്ബ് ഒക്കെ നിൽക്കുകയാണേ. സ്റ്റേജ് നിലവിളക്ക്, മമ്മൂട്ടി, അബ്ദുൾ റബ്ബ്. ചിന്തിക്കണേ, മമ്മൂട്ടി കൊളുത്തുന്നു, അബ്ദുൾ റബ്ബ് തടുത്തോ? ഇല്ല. കൊളുത്താൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? നിങ്ങൾ ചിന്തിച്ചോ. അബ്ദുൾ റബ്ബ് എന്ന് പറയുന്ന ഔക്കാദർ കുട്ടിനഹ സാഹിബ് എന്ന മുജാഹിദ് നേതാവ്, തൗഹീദുള്ള ഒരു വാപ്പാന്റെ മോൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ച വാപ്പാന്റെ മോൻ, അഗ്നി ആരാധനയുടെ ഭാഗമായി കൊളുത്തപ്പെടുന്ന നിലവിളക്ക് അത് സൃഷ്ടിപൂജയുടെ ഭാഗമാണ്. ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്ന ത്രിമൂർത്തി ചൈതന്യത്തിൽ അധിഷ്ഠിതമാണ് നിലവിളക്കെന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമാണ് നിലവിളക്ക് കൊളുത്തൽ. അതുകൊണ്ട് അതിൽ നിന്ന് മുസ്ലിമായ എനിക്ക് വിട്ടുനിന്നാൽ എന്നെ ആരും തീവ്രവാദിയായി കരുതില്ല എന്ന് ചിന്തിച്ച അബ്ദുൾ റബ്ബിനെ എല്ലാരും തീവ്രവാദിയാക്കി, മമ്മൂട്ടിനെ എല്ലാരും മഹാനാക്കി. എന്തുകൊണ്ട് പ്രധാനമന്ത്രി മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ? അതാണ് നമ്മൾ വർഗീയവാദികളായി പോയിട്ടുണ്ട്. മുസ്ലിം എന്ത് ചെയ്താലും അതിനൊക്കെ വർഗീയ കണ്ണോടെ, വേറെ ആരെന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഇങ്ങനെ തിരിച്ചറിയുന്ന ഒരു കാലം ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത്. നിലവിളക്ക് കൊളുത്തണോ? കൊളുത്തിക്കോ, എന്ത് ചെയ്തോ, പക്ഷെ അത് മറ്റുള്ളവൻ ചെയ്താലേ ശരിയാവൂ എന്നൊരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്കറിയോ, ഇവിടെ കൊടുങ്ങല്ലൂരിലെ മുസ്ലിം പള്ളിയിൽ നിലവിളക്കുണ്ട് അല്ലേ? മുജാഹിദുകൾ കയറിയിട്ടുണ്ടോ നിലവിളക്കെടുക്കല്? മുസ്ലിമായി ഷാത്തിൽ മേലി നിസ്കരിക്കുന്നവന്റെ വീട്ടില്, ഓന്റെ പള്ളിയിൽ നിലവിളക്കുണ്ട്. ഞങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ചെയ്യാറില്ല. അത് ഞങ്ങൾ പറഞ്ഞത് ലോകത്ത് മനുഷ്യരെ ശരിക്കും ഈ വിഷയം ക്ലിയർ ആക്കുക. ഒരാളെയും ഒരു മതം അടിച്ചേൽപ്പിക്കരുത്. ഇത് ഞാൻ വളരെ ഗൗരവമായി പറയാം, വളരെ ഗൗരവമായി പറയാം. അപ്പൊ നമ്മുടെ ഇടയിൽ ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ, അമ്പലത്തിന്റെ പിരിവ് മുസ്ലിങ്ങളോട് എടുത്തിട്ടില്ലെങ്കിലും അമ്പലം നടക്കണം. സത്യം, അത് നടക്കണം. മുസ്ലിം ഇത് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? കൊടുക്കണം എന്ന് പറയുന്നവർ കൊടുക്കരുത് പറയും. ഇസ്ലാമിക പ്രകാരം കൊടുക്കാൻ പാടില്ല. അതേ അമ്പല കമ്മിറ്റി ഒരു ക്യാൻസർ രോഗിയെ ചികിത്സിക്കാമെന്ന കൊടുക്കണം. അതാണ് ഇസ്ലാം. പട്ടിണി കിടക്കുന്നു 50 വീട് അമുസ്ലിങ്ങളുടേതാണ്, മുസ്ലിങ്ങൾ കൊടുക്കണം. പക്ഷെ വിശ്വാസത്തെ കളഞ്ഞു കുടിച്ചുകൊണ്ടാകരുത്. അങ്ങനെ നിർബന്ധമില്ലേ? ഞാൻ അത് പറയുമ്പോ ഒരു കാര്യം കൂടെ ക്ലിയർ ചെയ്യാം, കാരണം അത് കംപ്ലീറ്റ് ക്ലിയർ ആകണം. പശുയിറച്ചി തിന്നാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ചിദാനന്ദപുരി എന്ന് വിചാരിച്ചോളി. ഞാൻ അയാൾ ഉദ്ധരിക്കുന്നതിന് പല കാരണവുമുണ്ട്. അല്ലെ നമ്മളെ ടീച്ചർ മൻഹോളിലെ നൗഷാദിനെ വിടാതെ കൂടിയ ടീച്ചർ വിചാരിക്കേണ്ടത് പശുയിറച്ചി തിന്നൽ പാപാണ്. ഹിന്ദു ഐക്യവേദിയുടെ മുഴുവൻ ആളുകളും പശുയിറച്ചി തിന്നരുത് എന്ന് വിചാരിക്കുക. ശരി, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു ശരിക്കും മനസ്സിലാക്കണേ, പോയിന്റ് ക്ലിയർ ആകാൻ വേണ്ടി പറയാം. അതായത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവൻ പശുയിറച്ചി തിന്നൽ പാവാണെന്നല്ല വിചാരിക്കുന്നു. എന്നിട്ടും അയാൾ എന്ത് ചെയ്യാണ്? പശുവിനെ പോറ്റി, എന്നിട്ട് ആരും അറിയാതെ, ചിദാനന്ദപുരി ഒന്നും അറിയാതെ, സ്വാമിജി ഒന്നും അറിയാതെ കൊണ്ടുപോയിട്ട് ഒരു മുസ്ലിമിന്റെ കൈ കൊടുത്തിട്ട് അവനോട് പറയാണ്, ബഷീറേ ഞാനാ നിനക്ക് തന്നെന്ന് ആരോടും പറയരുത്, ഇതിനെ അറക്കുകയും വേണം, ഇതിനെ കട്ട് ചെയ്ത് പൊരിച്ചിട്ട് ഏറ്റവും നല്ല പീസൊക്കെ എനിക്കും തരണ ഒരു 10 എണ്ണം, പക്ഷെ ആരും അറിയരുതേന്ന് പറഞ്ഞു. ശരിക്കും ചിന്തിക്കണേ, ഈ വിവരം സ്വാമിജി അറിയുന്നു എന്ന് വിചാരിച്ചോ? ചിദാനന്ദപുരി പശുമാംസം തിന്നൽ പാവാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഹിന്ദു പശുമാംസം തിന്ന വിവരം അറിഞ്ഞാൽ മൂപ്പര് ക്ഷേത്രത്തിൽ ക്ലാസ് നടക്കുകയാണ്, സ്വാമിജിന്റെ ക്ലാസ് എടുക്കുകയാണ്. ആ ക്ലാസ് എടുക്കുമ്പോൾ സ്വാമിജി പറയാണ്, എന്റെ പ്രിയപ്പെട്ട മുന്നിലിരിക്കുന്ന ഹൈന്ദവരെ, പശുയിറച്ചി തിന്നൽ പാവാണ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് പശു ഇറച്ചി മുസ്ലിമിന് കൊടുക്കലും ഓന്റെ കൂടെ ഇരുന്ന് ഇറച്ചി തിന്നലും ഗുരുതരമായ പാപമാണ്. ഇനി മേലിൽ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ഭീകരവാദമാണോ തീവ്രവാദമാണോ? പറഞ്ഞോളി, ആണോ അല്ലേ? അല്ല എങ്കിൽ മുജാഹിദ് ബാലുശ്ശേരി എന്ന ഞാൻ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് പള്ളിയിൽ വെച്ചിട്ട് അമ്പലത്തിന് പിരിവ് കൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാപമാണോ അല്ലേ? 2 തളപ്പ
എന്നാ അതേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ശശികല ടീച്ചറെ കയ്യിലെ ക്ലിപ്പിങ്ങും അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒരു ഹിന്ദുവിനൊരു വിശ്വാസം തെറ്റാൻ തോന്നി, അത് ഓന്റെ മതപ്രകാരം തെറ്റാ, അത് ചെയ്യുന്ന ഹിന്ദുവിനോട് അവൻ പറയണത് നീ ചെയ്യരുത്. മനസ്സിലാക്കണം നിങ്ങള്. അതായത് അമ്പലത്ത് പൈസ കൊടുക്കരുത് നീ ഹിന്ദുക്കളോടല്ല പറയുന്നത്, അമ്പലത്ത് പൈസ കൊടുക്കരുത് മുസ്ലിങ്ങളോടാ. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊന്നും നിങ്ങളോട് ഇങ്ങനെ ആരും പറയില്ല. ഇതിങ്ങനെ പറഞ്ഞിട്ടുള്ളേ കുഴപ്പം എന്താ പറയുക, 10 വീട്ടിൽ കയറുമ്പോൾ മുസ്ലിങ്ങൾ പൈസ കൊടുക്കും, 11ാമത്തെ വീട് എന്റെ വീടാണെങ്കിൽ ഞാൻ കൊടുക്കൂല. അപ്പോൽക്കൊക്കെ എന്നോട് ദേഷ്യവും. നോക്കി, ഇവൻ ചെയ്തൊരു തെറ്റിന്റെ പേരിൽ എന്നെ തീവ്രവാദിയാക്കി. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? 10 ആളുകൾ ഒരു തോന്നിയാസിന് പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് 11ാമത്തവൻ അതിൽ പങ്കെടുത്തില്ല. പക്ഷെ കണ്ട ആളുകളുടെ മണ്ണിൽ എന്താ? ഇനി ഞാൻ വേറൊന്നൂർ പറഞ്ഞോട്ടെ, ഞാൻ ഇതിൽ ഹൈന്ദവര് ഒരു കാരണവശാലും കുറ്റം പറയില്ല. ഹൈന്ദവ അമ്പല കമ്മിറ്റിനെ ഞാൻ ഒരു കാരണവശാലും കുറ്റം പറയില്ല. അതെന്താ നിങ്ങള്? അതെന്താ നിങ്ങൾ പറയും? ഞാനൊരു കാരണവശാലും അവരെ കുറ്റപ്പെടുത്തില്ല. എന്റെ വീട്ടിൽ വന്നവരൊക്കെ ഇത് കൃത്യമായിട്ട് പഠിച്ചു പോയവരാ. എന്റെ വീട്ടിൽ അതിന് വരാറില്ല. എന്നാ എന്റെ നാട്ടിലുള്ള ഒരു പ്രത്യേകത, എന്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. എന്റെ നാട്ടിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല, CPM ആയാലും. ആ നാട്ടിലെ ഏത് ജീവകാരുണ്യ പ്രവർത്തനത്തിലും ആദ്യം എന്റെ വീട്ടിൽ വന്നാ പിരിക്കുക. നേരെ മറിച്ച് അമ്പലത്തിലോ ഒരു ചില്ലിക്കാശം കൊടുക്കില്ല. മുസ്ലിങ്ങൾ നടത്തുന്ന നേർച്ചക്കോ ഒരു ചില്ലിക്കാശം കൊടുക്കില്ല. ഇല്ല, കൊടുക്കില്ല, കൊടുക്കാൻ പാടില്ല, തെറ്റിന് കൊടുക്കാൻ പാടില്ല. തോരായി നേർച്ചക്ക് ഞങ്ങൾ കൊടുക്കാറില്ല. നേരെ മറിച്ച് തോരായിലെ കമ്മിറ്റിയിലെ മൊയ്ലിയാര്, എനിക്കറിയാം, അരീക്കോട്ടുള്ള ഒരു മൊയ്ലിയാര് പക്കാ സുന്നിയാണ്, AP സുന്നി, EK സുന്നിയാണ്. അയാളുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. അയാളുടെ പ്രതിസന്ധികളിലൊക്കെ അയാളെ സഹായിക്കാറുണ്ട്. പക്ഷെ നേർച്ചക്ക് വെച്ചാൽ കൊടുക്കാറില്ല. ഇത് വിശ്വാസമാണ്. ഒരു മനുഷ്യന്റെ വിശ്വാസം പ്രൊട്ടക്ട് ചെയ്യൽ ഈ ഭരണഘടന. ഇനി വേറൊന്നുകൂടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞ് ഞാൻ ഹൈന്ദവരെ കുറ്റപ്പെടുത്തില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടറിയോ? ഏതെങ്കിലും ഒരു ഹൈന്ദവനോട് മുസ്ലിം അമ്പലത്തിലെ ഫണ്ട് വഹിക്കുമ്പോ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, ഞങ്ങളുടെ വിശ്വാസം എന്നതാണ്, ഇതിന് തരാൻ പറ്റില്ല, ഞങ്ങൾക്ക് നബിദിനത്തിന് പോലും കൊടുക്കാൻ പാടില്ല, പട്ടാമ്പി നേർച്ചക്ക് പോലും ഞങ്ങൾ കൊടുക്കാൻ പാടില്ല, ഞങ്ങളുടെ വിശ്വാസം നശിച്ചു പോകും, പടച്ചോന്റെ അടുത്ത് ഞങ്ങൾ കുറ്റക്കാരാവും, അതുകൊണ്ട് നിങ്ങൾ പടച്ചോന്റെ അടുത്ത് കുറ്റക്കാരാക്കരുത്, ദയവ് ചെയ്ത് അമ്പലത്തിലെ പിരിവ് നിങ്ങൾ വരരുത്. അല്ലാത്ത എന്തിനും നിങ്ങൾ വന്നോ, അല്ലാത്ത എന്തിനും. അമ്പല കമ്മിറ്റിപ്പെട്ട 10 ആൾക്ക് പെട്ടെന്ന് ഒരു രോഗം വന്നില്ല, ആക്സിഡന്റ് പറ്റി, എന്നാ അവരെ ഏറ്റവും ചികിത്സിക്കേണ്ട മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. ഇത് നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? ഉണ്ടോ? തെറ്റിദ്ധാരണ തോന്നുന്നുണ്ടോ? മനുഷ്യരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മൾ തമ്മിൽ ഒരു മതത്തിന്റെ പേരിലും തല്ലരുത്, ഒരാളെയും നിർബന്ധിക്കരുത്. ഒരു കാര്യത്തിൽ ഒരാളെ നമ്മൾ ഇങ്ങനെ തീരുമാനിച്ചാൽ മതി. പള്ളിയുടെ, ആരാധനയുടെ, നേർച്ചയുടെ എന്ത് കാര്യമാണ് അതിന്റെ ഒന്നും പൈസ നമ്മുടെ മതക്കാരല്ലാത്തവരോട് ചോദിക്കില്ല. അമ്പലവുമായി ബന്ധപ്പെട്ട വിശ്വാസവും ആചാരവും ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും മുസ്ലിങ്ങളോട് ഞങ്ങൾ ചോദിക്കില്ല, ഞങ്ങൾ അവരെ വേദനിപ്പിക്കില്ല. എന്നാൽ ജീവകാരുണ്യ പ്രവർത്തനം സ്കൂൾ വെക്കണം, ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം, അതുപോലെ പാലിയേറ്റീവ് കെയർ ഉണ്ടാക്കണം, പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുക്കണം. നമുക്കൊക്കെ പങ്കാളികളാകാം, അതിലൊന്നും ഒരു പ്രശ്നമില്ല, അതിലൊന്നും ഇവിടെ ആരും എതിർക്കുന്നില്ല. ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ പോയി ചോറ് തിന്ന, ഒരു ക്രിസ്ത്യാന്റെ വീട്ടിൽ പോയി ചോറ് തിന്ന, അതിനൊന്നും കുഴപ്പമില്ല. എന്നാലും വിഷ്ണുവിന്റെ ആരാധന നടക്കുന്ന ദിവസം നേർച്ച നേർന്ന ഭസ്മോ പറ്റില്ല. അതെന്താണ്? വിശ്വാസമാണ്, ആ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതിനേക്കാൾ ഇനി നിങ്ങളെ എങ്ങനെ ക്ലിയർ ആക്കി പഠിപ്പിച്ചു തരണം എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇങ്ങനൊരു വിവരണം ഒരുപക്ഷെ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലെന്നും വരാം. അതുകൊണ്ട് ഞാൻ തീർത്തു പറയാണ്, നമ്മൾ മനുഷ്യരാകണം. എന്ത് വിശ്വാസവും അതൊക്കെ ഓരോരുത്തരുടെ ബാധ്യതയാണ്. സ്വീകരിക്കാതിരിക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കേ, അന്യായമായ ഒരു മനുഷ്യനെയും കൊല്ലരുത് എന്നാണ് ഇസ്ലാം പറയും. അന്യായമായി ഒരു മനുഷ്യനെയും ഒരു കാരണവശാലും കൊല്ലരുത്, അന്യായമായി. ഖുർആൻ പറയണെന്നറിയോ? അകാരണമായ ഒരു മനുഷ്യനെ കൊന്നവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവരെ പോലെ. നീ കാരണമായൊരു മനുഷ്യൻ രക്ഷപ്പെട്ടാലോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയവനെ പോലെ. ഖുർആൻ അതാ പറയണേ, 5-ാം അധ്യായം 32-ാമത്തെ വചനം. നീ കാരണമായ ഒരാൾ രക്ഷപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയവനെ പോലെ. ആലോചിക്കണേ. ഈ നൗഷാദ് എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലക്കാരനെ എനിക്കറിയാം. ഒരിക്കലും ഞാൻ കോഴിക്കോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ നൗഷാദ് എന്റെ അടുത്ത് കൊണ്ടുവന്നു. ഓട്ടോ നിർത്തി പറഞ്ഞു കയറിക്കൊള്ളിയാർ. ഞാൻ കയറി. എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോ ഞാൻ ഇറങ്ങി. എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് ഞാൻ കൊടുത്തോ പറഞ്ഞു, എന്റെ കൈ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളെ പൈസ വേണ്ട. എന്താന്ന് ചോദിച്ചു. നിങ്ങൾ ലോകത്തിന് നന്മ പകർന്നു കൊടുക്കുന്ന ഒരു ഉസ്താദ്, നിങ്ങളെ പൈസ എനിക്ക് തൽക്കാലം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ നൗഷാദ്, ഞാൻ ദുബായിലായിരുന്നല്ലോ, മൻഹോളിലെ നൗഷാദ് മരിക്കുമ്പോൾ ഞാൻ അവിടെയായിരുന്നു. ഞാൻ ആ മുഖം കണ്ടപ്പോൾ വല്ലാതെ ബേജാറായിപ്പോയി. ഈ നൗഷാദിന്റെ ഒരു പ്രത്യേകത എന്നറിയോ? നൗഷാദ് എന്നും ഇന്നലെയൊന്നല്ല അവിടുത്തെ ഓട്ടോ ഡ്രൈവറായി. ആ നാട്ടിലെ എന്തിന് നന്മ ഉണ്ടോ ഇതിലൊക്കെ മുന്നിൽ നൗഷാദ് ഉണ്ടാവും. ഏത് പാവപ്പെട്ടവരെ സംരക്ഷിക്കാനും നൗഷാദ് ഉണ്ടാവും. മൻഹോളില് 2 അന്യ സംസ്ഥാനക്കാര് പ്രവേശിച്ചപ്പോ തൊഴിലാളികൾ ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ നൗഷാദ്. യാദർശികമാണ് അതൊക്കെ, എല്ലാവർക്കും അറിയാം.
പെട്ടെന്നാണ് എല്ലാവരുടെ കരച്ചിലും കേൾക്കുന്നത്. എല്ലാരും നോക്കി നിൽക്കവേ നൗഷാദ് മണ്ണൂരിലേക്ക് ഇറങ്ങാൻ. ആളുകളൊക്കെ പറഞ്ഞു അപകടമാണ്. പക്ഷെ നൗഷാദിനെ നയിച്ച വികാരം എന്താ? അതാ മതത്തിന്റെ പ്രസക്തി. നൗഷാദ് അന്യ തൊഴിലാളികളായ ഈ 2 പേരെ രക്ഷപ്പെടുത്തിയാൽ 714 കോടി ജനങ്ങളെ 2 തവണ രക്ഷപ്പെടുത്തിയ കൂലി 714 അത്ര കൂലി എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നൗഷാദ് എന്ത് ചെയ്തത്? മൻഹോളിലേക്ക് ഇറങ്ങിയതും മരിച്ചതും. നൗഷാദിനെ 714 കോടി മനുഷ്യരെ 715 കോടി മനുഷ്യരെ 2 തവണ ജീവിപ്പിച്ചതിന്റെ കൂലിയായിട്ടാണ് നൗഷാദ് മരിച്ചു പോയത്. അതിനെപ്പറ്റി ചിലരുടെ കമന്റ് കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. അതില് ഒരു ടീച്ചർ ചോദിക്കുകയാണ്, എന്തെന്നറിയോ, ഒരു തോർത്ത് കൊണ്ടിട്ടാപ്പോരായിരുന്നു നൗഷാദിന്. നൗഷാദ് എന്തിനാ മരിച്ചത്? അതായത് നൗഷാദിന്റെ മരണം ഉണ്ടാക്കിയ ഇമ്പാക്ട് ഉണ്ടല്ലോ, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ടീച്ചർക്ക്. കാരണം എന്താണെന്നറിയോ, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, മനുഷ്യരോട് ബന്ധമില്ലാത്തവരാണെന്നൊക്കെയാണ് ടീച്ചർ പൊതുവെ പ്രസംഗിക്കല്. എല്ലാവരോടും പറയലും തമ്മിൽ തല്ലിക്കാനുള്ള വയലാടത്തില്. അവിടെ നിങ്ങൾ ശരിക്കും ആലോചിക്കണം. എന്തെന്നറിയോ, ആ ഒരു രംഗത്ത് ശരിക്കും ആലോചിക്കണം. ആരെങ്കിലും ഉണ്ടോ ഒരു സ്ഥലത്ത് ചങ്ങായിമാരെ യാദർശികമായി മരിക്കുന്നിടത്ത് തോർത്തുണ്ടായിട്ട് പോയി നിൽക്കുക? ഒരു ആക്സിഡന്റ് നടക്കുന്നിടത്ത് വേഗം എന്താണോ ചെയ്യേണ്ട അത് ചെയ്യുക. അല്ലാതെ അവിടെ ഉണ്ടോ ആരോ തോർത്തുണ്ടായിട്ട്? നമ്മൾ എന്താന്ന് ശരിക്കും മനസ്സിലാക്കി, നമ്മൾ എന്താ ശരിക്കും വിഷയങ്ങൾ ശരിക്കും ക്ലിയർ ചെയ്ത് നമ്മളിതൊന്ന് പഠിച്ചു പോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആര് എന്ത് നന്മ ചെയ്താലും ആരെന്ത് തിന്മ ചെയ്താലും ഇവിടെയുള്ള നമ്മുടെ സമീപനം ഏറ്റവും പെർഫെക്റ്റായ സമീപനമാണ്. ഹിന്ദുവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം, മുസ്ലിമിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം, എല്ലാരെയും. പക്ഷെ അത് മതവിശ്വാസത്തിന്റെ പേരിൽ എന്റെ മതം എന്നാ പറയുന്നത് അത് ഓനെ അടിച്ചേൽപ്പിക്കണം, എന്റെ മതം ഇന്നതാ പറയുന്നത് അത് മറ്റോനെ അടിച്ചേൽപ്പിക്കണം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഒരു കാരണവശാലും വിചാരിക്കാൻ പാടില്ല. മുസ്ലിമിന് മുസ്ലിമിന്റെ വിശ്വാസം ഉണ്ടാവും, ഹിന്ദുവിന് ഹിന്ദുവിന്റെ വിശ്വാസം ഉണ്ടാവും, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിന്റെ വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസങ്ങൾ എന്തോ അതനുസരിച്ച് ഒരു സ്വതന്ത്രമായി ജീവിക്കട്ടെ. ഒരു മതവും ഒരു കാരണവശാലും ഒരാളിലും അടിച്ചേൽപ്പിക്കരുത് എന്നതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തത്വം. നമ്മളിവിടെ അത് കേട്ടു. നമ്മൾക്ക് ഒരു മതവിഭാഗക്കാരനോട് ഒരു വിരോധം ഉണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മുടെ ശരീരം നമ്മുടെ കൈകൊണ്ട് നമ്മുടെ ആയതുകൊണ്ട് ഒരാൾക്കും മുറിവേൽക്കാൻ പാടില്ല, ഒരു ചിന്മയുണ്ടാകാൻ പാടില്ല, ഒരു നിലക്കും ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ മതം പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന പോലെ തന്നെ മറ്റൊരുത്തനവന്റെ മതം പെർഫെക്റ്റ് ആണെന്ന് തോന്നാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മതസ്പർദ്ധ ഉണ്ടാക്കാനല്ല, മാനവിക സൗഹാർദ്ദവും ഐക്യവുമാണ് ഉണ്ടാകേണ്ടത്, മതലേനമല്ല. സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ സർവ്വലോക പരിപാലകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നന്നായി ദൈവവിശ്വാസത്തെ കുറിച്ച് നോക്കണം. മൂന്നാമത്തെ എന്റെ പോയിന്റിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ ഇവിടെ പറയട്ടെ. ഒന്ന്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഈ വിശ്വാസങ്ങളും ഈ ആചാരങ്ങളും ഒക്കെ എത്ര ഗൗരവമായി നമ്മൾ കാണുന്നത് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉള്ളത് കൊണ്ടാണ്. അവിടെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതേ ദുനിയാവ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. മരണാനന്തര ജീവിതത്തിൽ അവിടുത്തെ രക്ഷയാണ് രക്ഷയെന്ന് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളും തന്നെ ഇല്ല എന്ന് അല്ലാഹു പറയണം. ആ നരകത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് ഇവിടുത്തെ സകല മനുഷ്യരോടും ശുദ്ധമായ ഏകദൈവാരാധന പറയണം, മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയണം, മുഹമ്മദ് നബി എന്ന പ്രവാചകനെ കുറിച്ച് പറയണം, വിശുദ്ധ ഖുർആൻ എന്ന മാനവിക ഗ്രന്ഥത്തെ കുറിച്ച് പറയണം. അത് അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ ബാധ്യതയാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. സർവശക്തനായ സർവ്വലോക പരിപാലകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപുരുകൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിലും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിലും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തുജ്ഇൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തുജ്ഇൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി